ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത വിവരം നമുക്കറിയാം. ഏതെങ്കിലും ഒരു കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ അത് പ്രതിയായിട്ടുള്ള ആളെ പോലീസ് ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. ആ രീതിയിൽ ഇൻഫോം ചെയ്യുന്നതിന് പോലീസിന് പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിവരം അറിഞ്ഞതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ട് മുൻകൂർ ജാമ്യത്തിന് നീങ്ങാൻ തന്നെയാണ് ഇപ്പോൾ ഏതായാലും രാഹുലിൻ്റെ നീക്കം. ഹൈക്കോടതിയിലാണോ അത് സെഷൻസ് കോടതിയിലാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അഭിഭാഷകൻ പറയുന്നത്. ഒരു പക്ഷേ ഹൈക്കോടതിയിൽ തന്നെ ഈ അടിയന്തര സാഹചര്യം ചൂണ്ടിക്കാണിച്ചത്. കാരണം ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇന്നലെ തന്നെ ഈ അഭിഭാഷകൻ തന്നെ പറയുന്നത് പോലീസിലല്ല പരാതി നൽകിയത്, മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു ഈ അഭിഭാഷകൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സാഹചര്യം ചൂണ്ടിക്കാണിച്ച് പക്ഷേ ഹൈക്കോടതിയിൽ തന്നെ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യത്തിന് നീങ്ങാനാണ് ഒരു സാധ്യത കാണുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തന്നെ അല്ലെങ്കിൽ വകുപ്പുകൾ തന്നെയാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. വിശ്വാസവഞ്ചന, അതോടൊപ്പം തന്നെ റേപ്പ്, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തൽ, മറ്റൊന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിട്ടുള്ള എഫ്ഐആർ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഈ എഫ്ഐആർ 0 എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്തത് എന്ന ഒരു വിവരവും വരുന്നുണ്ട്. ഈ 0 എഫ്ഐആർ എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേഷനിലും ഇതിൻ്റെ മൊഴിയെടുക്കാനും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ, ഇപ്പോൾ നേമം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്താലും നമുക്കറിയാം ഈ BNSന് മുമ്പ് അല്ലെങ്കിൽ ഈ നിർഭയ കേസിന് മുമ്പൊക്കെ ഏത് പോലീസ് സ്റ്റേഷനിലാണോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആ സ്റ്റേഷനിൽ തന്നെ പോയി മൊഴിയെടുക്കുകയും ആ പോലീസ് തന്നെ ഇതിൽ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യണമായിരുന്നു. ഈ 0 എഫ്ഐആറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴി നൽകാം. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിക്ക് എവിടെയും മൊഴി നൽകാവുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ജൂറിസ്ഡിക്ഷൻ നോക്കാതെ തന്നെ മൊഴി നൽകാനും ഇതിൻ്റെ വിവരങ്ങൾ കൈമാറാനും സാധിക്കും എന്നതാണ് 0 എഫ്ഐആറിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഈ കേസിൽ 0 എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും അത്തരത്തിൽ 0 എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് വളരെ കർശനമായ നടപടിയിലേക്ക് തന്നെ നീങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ രാഹുലിനെ കണ്ടെത്തുക എന്നതാണ്. ഏതായാലും കോടതിയിലെ നിലപാട് അനുസരിച്ച് തന്നെയായിരിക്കും രാഹുൽ ഇനിയിപ്പോൾ ഏതായാലും പൊതുരംഗത്തേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക്, നിയമത്തിൻ്റെ മുന്നിലേക്ക് വരിക.